ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസു സാമിന അശറ, 18ാമത്തെ പാഠം. ഇവിടെ നമ്മൾ രണ്ട് വിഷയങ്ങൾ പഠിക്കും. ഒന്ന് കമ്മ്, എത്ര എന്ന് ചോദിക്കുക. രണ്ട് മുസന്ന, രണ്ടെണ്ണത്തിനെ കുറിച്ച് പറയാൻ. അറബി ഭാഷയിൽ ഏകവചനമുണ്ട്, ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. അപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏകവചനം കഴിഞ്ഞാൽ പിന്നെ ബഹുവചന, സിംഗുലർ, പിന്നെ പ്ലൂറൽ. പക്ഷെ അറബിയിൽ ദ്വിവചനമുണ്ട്, അതിന് മുസന്ന എന്ന് പറയും. അപ്പോൾ അത് രണ്ടുമാണ് ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. അപ്പോൾ എല്ലാ പാഠങ്ങളും പോലെ തുടക്കത്തിൽ സംഭാഷണമായിരിക്കും. പൽ മുദരിസു, അധ്യാപകൻ. കം അഹൻ ലക്ക യാ മുഹമ്മദു, എത്ര സഹോദരന്മാരുണ്ട് നിനക്ക് അല്ലയോ മുഹമ്മദേ. യാ എന്ന് പറഞ്ഞ വിളിയാണ്, മുഹമ്മദേ എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലയോ മുഹമ്മദേ. കം എത്ര, അഹൻ സഹോദരന്മാർ, ലക്ക നിനക്ക്, യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദേ, അല്ലെങ്കിൽ മുഹമ്മദേ. അപ്പോൾ ഇവിടെ കമ്മ് വന്നു, എത്ര എന്ന് പറയാം. അപ്പോൾ അഹൻ നോക്ക്, അഹൻ അഹൻ എങ്ങനെ ശ്രദ്ധിക്കാം. കമ്മിന് ശേഷം അങ്ങനെ ഒരു ഇസ്മ വന്നു, അഹൻ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്മിന് ശേഷം എഴുതുന്ന ഇസ്മിന് ഒന്ന് എന്താകാൻ പാടില്ല, അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല. രണ്ട്, അത് മൻസൂബായിരിക്കണം, അഹൻ. മൂന്ന്, അത് ഏകവചനമായിരിക്കും, ഏകവചനം. അപ്പോൾ എത്ര സഹോദരന്മാർ എന്ന ബഹുവചന ഉദ്ദേശമാണെങ്കിലും അഹൻ എന്ന ഏകവചനമാണ് ഇവിടെ എഴുതാം. ഇഖ്വാൻ എന്നല്ല എഴുതിയത്, ഓക്കെ, അല്ലെങ്കിൽ ഇഖ്വത്തുൻ എന്നല്ല എഴുതിയത്, ബഹുവചനമല്ല എഴുതിയത്. പിന്നെയോ അഹൻ എന്ന ഏകവചനം, പിന്നെ അത് മൻസൂബാണ്. കം അഹുന്നല്ല, കം അഹിന്നല്ല, കം അഹൻ. പിന്നെ അതിന് അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ ഏകവചനമാണെങ്കിലും ബഹുവചനത്തിൻ്റെ അർത്ഥം വരാം. അപ്പോൾ എന്താണ്, കം അഹൻ ലക്ക യാ മുഹമ്മദ്, എത്ര സഹോദരന്മാരുണ്ട് ലക്ക നിനക്ക് മുഹമ്മദേ. അപ്പോൾ മുഹമ്മദ് എന്താ ഉത്തരം പറഞ്ഞേ, ലീ അഹുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്. അപ്പോൾ ലീ എന്താ, ലീ ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല, ഖബർ മുഖദ്ദമ, ഖബറിന് മുന്തിച്ചു. അഹുൻ മുബ്തദഉൻ മർഫൂൻ, വാഹിദുൻ നാത്ത് വിശേഷണം. അപ്പോൾ എനിക്ക് ഒരു സഹോദരനുണ്ട്. അൽ മുദരിസു വകം ഉഖ്തൻ ലക്ക, നിനക്ക് എത്ര സഹോദരിമാരിയുമുണ്ട്. അപ്പോൾ പിന്നെ കമ്മ് വന്നു. അപ്പോൾ കമ്മ് വന്നപ്പോൾ ഏകവചനം ഉപയോഗിച്ച് ഉഖ്തൻ, പിന്നെ അത് മൻസൂബാണ്, ഉഖ്തൻ. ഉഖ്തിന്നോ ഉഖ്തുന്നോ അല്ല, ഉഖ്തൻ. പിന്നെ അലിഫ്ലാം ഉണ്ടോ, ഇല്ല, നക്കിറയാണ്, മാരിഫ അല്ല, നക്കിറയാണ്, അലിഫ്ലാം ഇല്ല. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. കമ്മ് വന്നാൽ അതിന് ശേഷമുള്ള ഇസ്മിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അലിഫ്ലാം ഉണ്ടാവില്ല. 2, മൻസൂബായിരിക്കും. 3, ഏകവചനമായിരിക്കും, പക്ഷെ അർത്ഥം ബഹുവചനത്തിൻ്റെതായിരിക്കും. അപ്പോൾ ഇവിടെ ഉഖ്തൻ, ഓക്കെ, എന്ന ഏകവചനം വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ, സഹോദരിമാർ. അപ്പോൾ എത്ര സഹോദരിമാർ നിനക്കുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്താ ഉത്തരം പറഞ്ഞ്, ലീ ഉഖ്താനി, എനിക്ക് 2 സഹോദരിമാരുണ്ട്. അപ്പോൾ 2 എന്ന് പറയാൻ ആ ഇസ്മിൻ്റെ അവസാനം ആനി എന്ന് ചേർക്കണം, അലിഫും കസറുള്ള നൂനും, ആനി. അപ്പോൾ 2നെ ഉദ്ദേശിക്കും. അപ്പോൾ ലീ ഉഖ്താനി, എനിക്ക് 2 സഹോദരിമാരുണ്ട്. അപ്പോൾ ലീ ഹർഫുജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല, ഖബർ. ഉഖ്താനി മുബ്തദഉൻ മർഫൂൻ, ഉഖ്താനി മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ പഠിച്ചത് മർഫൂവിൻ്റെ അടയാളം ലമ്മത്തായിട്ടാണ്, അല്ലേ. മർഫൂവിൻ്റെ അടയാളം ഇപ്പോൾ മുഹമ്മദുൻ, ദുൻ, അവിടെ ലമ്മത്താണ്. ആ ലമ്മത്താണ് നമ്മൾ മർഫൂവിൻ്റെ അടയാളമായിട്ട് ഇതുവരെ പഠിച്ചത്.
ഇവിടെ നമ്മളൊരു പുതിയ വിഷയം കൂടി മുസന്ന ദ്വിവചനം വരുമ്പോൾ പഠിക്കാൻ പോവാണ്. ഇവിടെ മർഫൂൻ്റെ അടയാളം ഉഖ്താനിയിലുള്ള അലിഫാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഉഖ്താനിയിലുള്ള അലിഫാണ് മർഫൂവിൻ്റെ അടയാളം. ഓക്കെ, അപ്പം എങ്ങനെ നമ്മൾ പറയാം? ഉഖ്താനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫ് ലിഅന്നഹു മുസന്ന. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അലാമത്തു റഫി, റഫിൻ്റെ അടയാളം അലിഫാണ്. ലിഅന്നഹു, കാരണമത് മുസന്ന, മുസന്നയാണ്, ദ്വിവചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. അൽ മുദർരിസു കം അജലത്തൻ ലിദ്ദറാജത്തി യാ ഹാമിദ്. ഹാമിദെ, സൈക്കിളിന് എത്ര ചക്രങ്ങളുണ്ട്? അജലത്തുൻ എന്ന് പറഞ്ഞാൽ ചക്രം. അപ്പോൾ ഇവിടെ കമ്മ് വന്നുകൊണ്ട് അജലത്തൻ മൻസൂബ്, പിന്നെ അലിഫ്ലാമില്ല, പിന്നെ ഏകവചനാണെങ്കിലും ബഹുവചനത്തിൻ്റെ അർത്ഥമായിരിക്കും. ഏകവചനം എഴുതുക, ഏകവചനം പറയാം, പക്ഷെ അർത്ഥം ബഹുവചനമായിരിക്കും. അപ്പോൾ എത്ര ചക്രങ്ങളുണ്ട്? ലിദ്ദറാജത്തി, സൈക്കിളിന്. ലീ വന്നുകൊണ്ട് ഇനി എന്നുള്ള അർത്ഥം. സൈക്കിളിന്. ലിദ്ദറാജത്തി, ദറാജത്ത് സൈക്കിള്. യാ ഹാമിദു, ഹാമിദേ. അപ്പോൾ ഹാമിദ് എന്താ മറുപടി പറഞ്ഞത്? ലഹ അജലത്താനി. അപ്പോൾ അജലത്തുൻ, അതിനെന്താണ്? അലിഫും നൂനിന് കസ്റ് വിട്ടാൽ രണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. അപ്പം ലഹ അജലത്താനി, അതിനുണ്ട് രണ്ട് ചക്രങ്ങൾ. അപ്പോൾ ല ഹർഫുജർ, ഹ ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ശുബ് ജുംല ഖബർ. അജലത്താനി മുബ്തദഉൻ മർഫൂൻ. ലമ്മത്തിൻ്റെ അടയാളം എന്താ? അലിഫ്. ലമ്മത്തിൻ്റെ അടയാളം എന്താ? അലിഫ്. വ അലാമത്തു റഫിഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന. റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം അത് മുസന്നയാണ്, ദ്വിവചനാണ്. അപ്പോൾ ഇവിടെ ലഹാൻ എന്തുകൊണ്ട് വന്നു? അജലത്ത് സ്ത്രീലിംഗാണ്. അജലത്ത്. താ മർബൂത്ത കണ്ടോ? അജലത്തുൻ, അവസാനത്തെ അടയാളം സ്ത്രീലിംഗത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ലഹു എന്നല്ല പറയാം, പിന്നെയോ ലഹ, കാരണം അജലത്ത് സ്ത്രീലിംഗാണ്. അപ്പോൾ രണ്ട് ചക്രം എന്ന് പറയാൻ അജലത്താനി. അപ്പോൾ കിതാബ് എന്നുള്ളതിന് രണ്ടെണ്ണം എങ്ങനെ പറയാം? കിതാബാനി, രണ്ട് പുസ്തകം. കലം എന്നുള്ളതിന് രണ്ടെണ്ണം എങ്ങനെ പറയാം? രണ്ട് പേന. കലമാനി. കുർസിയുൻ, രണ്ട് കുർസി എന്നെങ്ങനെ പറയാം? കസേര. കുർസിയാനി. അവസാനത്തിൽ അലിഫും നൂനിന് കസ്റ് വിട്ടാൽ അത് രണ്ടെണ്ണം എന്നുള്ള അർത്ഥം വരും. അൽ മുദർരിസു കം ഈദൻ ഫിസ്സനത്തി യാ സക്കരിയ. സക്കരിയ, കൊല്ലത്തിൽ എത്ര ഈദുകളുണ്ട്? എത്ര പെരുന്നാളുകളുണ്ട്? കം ഈദൻ. അപ്പോൾ ഈദൻ എന്താ? കമ്മിന് ശേഷം വന്നു, അപ്പോൾ അലിഫ്ലാമില്ല. ഈദൻ എന്നാണ്, മൻസൂബാണ്, പിന്നെ ഏകവചനാണ്. പക്ഷെ ഏകവചനാണ്, എഴുതിയും പറയുകയും ചെയ്യുമെങ്കിലും അർത്ഥം എങ്ങനെയാണ് വരാം? ബഹുവചനത്തിൻ്റെ. അപ്പോൾ കം ഈദൻ, എത്ര പെരുന്നാളുകളുണ്ട് കൊല്ലത്തിൽ? സക്കരിയ. അപ്പോൾ സക്കരിയ എന്താ മറുപടി പറഞ്ഞത്? ഫിസ്സനത്തി ഈദാനി, വർഷത്തിൽ രണ്ട് പെരുന്നാളുകളുണ്ട്. അപ്പോൾ ഈദുൻ, അതിനെ രണ്ട് എങ്ങനെയാക്കുക? ഈദാനി, അലിഫും നൂനിന് കസ്റുവിട്ട രണ്ടായി. അപ്പോൾ രണ്ട് പെരുന്നാളുകൾ. അപ്പോൾ ഫി ഹർഫുജർ, അസ്സനത്തി ഇസ്മു മജ്റൂർ, ജാറുമ മജ്റൂർ, ശിബു ജുംല ഖബർ. ഈദാനി മുബ്തദഉൻ മർഫൂൻ വ അലാമത്തു റഫിഹി അൽ അലിഫ് ലിഅന്നഹു മുസന്ന. റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം ഇത് മുസന്ന, ദ്വിവചനാണ്. ഹുമ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. അത് രണ്ടും, അവ രണ്ടും ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. അപ്പോൾ ഹുവ ഹിയ അല്ലേ, അതാണ് ഏകവചനം. അതിൻ്റെ ബഹുവചനം എന്താ? ഹുമ. ഹുമ. ഓക്കെ, ഹുമ, അത് രണ്ടും. ഈദുൽ ഫിത്രി, ഫിത്റിൻ്റെ പെരുന്നാളും. അപ്പോൾ മുലാഫിലെ വാ ഹർഫു അത്തഫ് ഈദുൽ അദ്ഹ, അദ്ഹൻ്റെ ബലി പെരുന്നാളും.
ഓക്കെ, അദ്ഹ ബലി അറക്കുന്ന പെരുന്നാളും. അപ്പോൾ ഈദുൽ ഫിത്രി, ഈദുൽ അദ്ഹ മുലാഫിലിയാണ്. അൽ മുദരിസു യാ ഇബ്രാഹീമു അബൂക താജിറുൻ കബീറുൻ. ഇബ്രാഹീമെ, നിൻ്റെ ബാപ്പ വലിയ കച്ചവടക്കാരനാണ്. അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് കാ മുലാഫിലെ മജ്റൂർ. നിൻ്റെ ബാപ്പ, അപ്പോൾ മുലാഫിലെ, താജിറുൻ ഖബറുൻ മർഫൂൻ, കബീറുൻ നാത്ത്, അതിൻ്റെ വിശേഷണം വലിയ കച്ചവടക്കാരൻ. കം സയ്യാറത്തിൻ ഇന്ദഹു, എത്ര കാറുകളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്ര കാറുകളുണ്ട്. അപ്പോൾ കമ്മ് വന്നുകൊണ്ട് സയ്യാറത്തൻ ഏകവചനം, അലിഫ്ലാമില്ല, നക്കിറയാണ്, മൻസൂബാണ്. സയ്യാറത്തുൻ എഴുതൂല, സയ്യാറത്തിൻ എഴുതൂല. ഇന്ദഹു, ഇന്ദ അടുക്കൽ, ഹു അവൻ്റെ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്ര കാറുകൾ, ബഹുവചനാണ് അർത്ഥം വരാം, എത്ര കാറുകളുണ്ട്. അപ്പോൾ ഇബ്രാഹിം മറുപടി പറയാം, ഇന്ദഹു സയ്യാറത്താനി കബീറത്താനി, അദ്ദേഹത്തിൻ്റെ അടുത്ത് 2 വലിയ കാറുകളുണ്ട്. അപ്പോൾ ഇന്ദ ലർഫ് ഖബർ, ഹു മുലാഫിലെ മജ്റൂർ. നമുക്കറിയാം ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജ്റൂറാണ്. ഇവിടെ ഹു ഇസ്മാണ്, ലമീറാണ്, ലമീർ മുത്തസിൽ. സയ്യാറത്താനി 2 കാറുകൾ, കാരണം സയ്യാറത്തുൻ എന്തായി, സയ്യാറത്താനി എന്നായി, അലിഫും നൂനിന് കസ്റും. അപ്പോൾ 2 കാറുകൾ. ആ സയ്യാറത്തിൻ്റെ അവസാനത്തെ സ്ത്രീലിംഗത്തിൻ്റെ അടയാളം താ മർബൂത്ത് എന്തായി, അത് തുറക്കപ്പെട്ടു. സയ്യാറത്താനി എന്ന് പറയുമ്പോൾ താ എന്തായി, ആ താ ശ്രദ്ധിക്കുക, സയ്യാറത്തുൻ്റെയും സയ്യാറത്താനിൻ്റെയും ആ താ തുറന്നു. സയ്യാറത്താനി കബീറത്താനി, 2 വലിയ കാറുകൾ. അപ്പോൾ സയ്യാറത്താനി മുബ്തദഉൻ മർഫൂൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലി അന്നഹു മുസന്ന. കബീറത്താനി നാത്ത്. അപ്പോൾ സയ്യാറത്താനി എന്നായതുകൊണ്ട് കബീറത്താനി. നാത്ത് എന്തായിരിക്കണം, 4 വിഷയങ്ങളും പിൻപറ്റണം, അറിയാലോ നമുക്ക്. വാ ഹർഫു അത്തഫ്, സയ്യാറത്താനി സഗീറത്താനി, 2 ചെറിയ കാറുകളുമുണ്ട്, 2 ചെറിയ കാറുകളും ഉണ്ട്. അൽ മുദരിസു കം നാഫിദത്തൻ ഫി ഗുർഫത്തിക യാ ഇസ്മായിലു. ഇസ്മായിലെ, നിൻ്റെ റൂമിന് എത്ര ജനവാതിലുകളുണ്ട്. കം നാഫിദത്തൻ, എത്ര ജനവാതിലുകൾ, ഫി ഗുർഫത്തിക, നിൻ്റെ റൂമിൽ ഉണ്ട്, യാ ഇസ്മായിലു, ഇസ്മായിലെ. അപ്പോൾ കമ്മിന് ശേഷം നാഫിസത്തും വന്നു. അപ്പോൾ അതെന്തായിരിക്കണം, മൻസൂബായിരിക്കണം, നാഫിസത്തൻ. പിന്നെ മാരിഫ പാടില്ല, അലിഫ്ലാം പാടില്ല, പിന്നെ ഏകവചനായിരിക്കണം, നാഫിസത്തൻ. അപ്പോൾ ഇസ്മായിൽ എന്താ മറുപടി പറഞ്ഞത്, ഫീ ഹാ, ഉർഫത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഫീ ഹാ, ഹാ വരണ്ടേ, അതിലുണ്ട് നാഫിദ താനി, 2 ജനവാതിലുകൾ. അപ്പോൾ അലിഫും നൂനിൻ്റെ കസ്റുട്ട 2 എന്നുള്ള അർത്ഥം വരും. ആ നാഫിദത്തിൻ്റെ താ എന്തായി, തുറക്കപ്പെട്ടിട്ട് താനി എന്നായി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അൽ മുദരിസു ലിമൻ ഹാദാനി അദ്ദഫ്തറാനി. ഈ നോട്ട് ബുക്കുകൾ ആരുടേതാണ്. ലിമൻ എന്ന് പറഞ്ഞാൽ ആരുടെ. ഹാദ എങ്ങനെ 2 എന്ന് പറയാം, ഹാദാനി. ഹാദ 2 എങ്ങനെ പറയാം, ആ 2 പറയുമ്പോൾ എങ്ങനെ പറയാം, ഹാദാനി, അലിഫും നൂനിന് കസ്റുണ്ട്. അപ്പോൾ ഹാദാനി. ലിമൻ ഹാദാനി ദഫ്തറാനി. അപ്പോൾ ഹാദാനിക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നു. അപ്പോൾ ഈ നോട്ട് ബുക്കുകൾ ആരുടേതാണ്. അപ്പോൾ അലിയുൻ, അലി പറയും, ഹുമ, അത് 2ഉം, ലി, എൻ്റെതാണ്. അപ്പോൾ ഹുമ മുബ്തദഉൻ മർഫൂൻ, ലി ഹർഫു ജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശുബു ജുംല ഖബർ. അൽ മുദരിസു ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. ഈ 2 സ്കെയിലുകൾ ആരുടേതാണ്. മിസ്തറത്തു എന്ന് പറഞ്ഞാൽ സ്കെയില്. അപ്പോൾ മിസ്തറത്താനി 2 സ്കെയില്. അപ്പോൾ അത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാത്താനി. ഹാദിഹിന 2 എന്ന് പറയാൻ ഹാത്താനി. ഹാദന 2 എന്ന് പറയാൻ ഹാദാനി. ഹാദിഹീന 2 എന്ന് പറയാൻ ഹാത്താനി. അപ്പോൾ 2 റൂളറാണ് കണ്ടത്. അപ്പോൾ ചോദ്യം എങ്ങനെ വരാം, ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി.
ഈ 2 സ്കെയിലുകൾ ആരുടേതാണ്? റൂളറുകൾ ആരുടേതാണ്? യൂനുസ്. യൂനുസ് എന്ന മറുപടി പറഞ്ഞ ഹുമ, അവ രണ്ടും ലീ, എൻ്റെതാണ്. ഹുമ മുബ്തദഉൻ മർഫൂൻ, ലീ ഹർഫു ജർ, യാ മുത്തക്കല്ലിം ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നേരെ മുകളിലുള്ളതിന് ഹാദാനിക്ക് 2 കൊണ്ട് ഉദ്ദേശിച്ചതിനും ഹുമ, കാരണം പുല്ലിംഗായാലും ഹുമയാണ്. മിസ്തറത്താനി ഹാത്താനിക്ക് 2 എന്ന് പറയാൻ ഉള്ള ദമീർ ഉപയോഗിച്ചപ്പോഴും ഹുമ. മിസ്തറത്തും സ്ത്രീലിംഗാണ്, എന്നാലും ഹുമ. സ്ത്രീലിംഗായാലും പുല്ലിംഗായാലും ഹുമയാണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഹുവയായാലും ഹിയയായാലും അതിൻ്റെ ദ്വിവചനം പറയണമെങ്കിൽ 2 മുസന്ന എന്ന് പറയണമെങ്കിൽ ഒറ്റ വേർഡേ ഉള്ളൂ. ഹുവക്കും ഹിയക്കും 2 എന്ന് പറയാൻ ഹുമാ. ബാറക്കല്ലാഹു ഫീക്കും.